സാർ, ഒരു സർക്കാർ ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് കുട്ടികൾക്ക് രക്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് അറിയുന്നത് ഈ കുട്ടികൾക്ക് എയ്ഡ്സ് ബാധിച്ചു എന്നാണ്. ഞെട്ടിക്കുന്ന ഒരു സംഭവമല്ലേ അത്? ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇന്ത്യയെ പോലെ ഒരു സ്ഥലത്ത് നമ്മൾ വികസനത്തിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഈ കഫ് സിറപ്പ് കൊടുത്ത് ഇല്ലേ 21 കുട്ടികൾ മധ്യപ്രദേശിലും നാഗ്പൂരിലും ഒക്കെ ആയിട്ട് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ജാർഖണ്ഡിൽ ഈ സിംഗ്ഭൂം ജില്ലയിൽ ചായ്ബാസ സദർ ഹോസ്പിറ്റൽ, സർക്കാർ ഹോസ്പിറ്റലാണത്, ചായ്ബാസ സദർ ഗവൺമെൻറ് ആശുപത്രി. അവിടുത്തെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ഈ തലാസീമിയ ബാധിച്ച 5 കുട്ടികൾക്ക് രക്തം കൊടുത്തിട്ട് 5 കുട്ടികൾക്കും HIV പോസിറ്റീവ് എന്ന് കണ്ടിട്ടുണ്ട്, എയ്ഡ്സ്. അപ്പോൾ തലാസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രക്തത്തിൽ ഹിമോഗ്ലോബിൻ ഇല്ലേ, മറ്റേ ചുവന്ന രക്താണുക്കൾ, അതിൽ ഈ ഹിമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് തടസ്സം വരുന്ന അസുഖമാണിത്. ആ ഹിമോഗ്ലോബിനാണ് ഈ ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അതാണ് ഈ ഓക്സിജൻ മറ്റേ രക്തത്തിൽ കൂടി കൊണ്ടുപോകുന്നത്, ഓക്സിജൻ. അപ്പോൾ ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനാണ്. അപ്പോൾ ഈ ജീൻ മാറ്റങ്ങൾ വഴി ഈ ഹിമോഗ്ലോബിൻ ഉൽപ്പാദനത്തിനെ ബാധിക്കുന്ന ഈ ഹെറിഡിറ്ററി ഡിസീസ്, പാരമ്പര്യ രോഗമാണ് ആണത്. കാരണം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ തലാസീമിയ വരാം. അപ്പോൾ തലാസീമിയ ഈ സിംഗ്ഭൂം ജില്ലയിൽ 56 പേർക്ക് തലാസീമിയ ഉണ്ട്. ആ 56-ലെ 5 പേർക്കാണ് ഇപ്പോൾ എയ്ഡ്സ് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ എയ്ഡ്സ് ഉണ്ട്, HIV പോസിറ്റീവ് ആണെന്ന് വീട്ടുകാർ പരിശോധിച്ചപ്പോൾ മനസ്സിലായിരുന്നു. ആ വീട്ടുകാരാണ് സർക്കാരിന്, ആരോഗ്യവകുപ്പിന്, ആശുപത്രി അധികൃതർക്കൊക്കെ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഒരു 6-അംഗ ടീമിനെ നിയോഗിച്ചു, ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ തന്നെ നേതൃത്വത്തിൽ. ആ ടീം പരിശോധിക്കുമ്പോഴാണ് പിന്നെയും 4 കുട്ടികളിൽ കൂടി ഇതുണ്ട് എന്നുള്ള നടുക്കുന്ന വിവരം അറിയുന്നത്. അപ്പോൾ റാഞ്ചിയിൽ നിന്ന് മെഡിക്കൽ ടീമിനെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിനേശ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലെ അയക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ വിവരം പുറത്തു വരുന്നത്, ഒരു കുട്ടിയുടെ പരാതി. ഇന്നലെയാണ് ആ ടീം പോയി പരിശോധനകൾ ഈ ആശുപത്രിയിലും ബ്ലഡ് ബാങ്കിലും ഒക്കെ നടത്തുന്നത്. അങ്ങനെയാണ് 4 കുട്ടികൾ ഇതേ ആശുപത്രിയിൽ, പല ആശുപത്രികളിലല്ല, ഈ ചായ്ബാസ സദർ ആശുപത്രിയുടെ രക്തബാങ്കിൽ നിന്ന് രക്തം കൊടുത്ത ഒരേ ബ്ലഡ് ബാങ്ക്, ഒരേ ആശുപത്രി. അപ്പോൾ ഇത് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ഇല്ലേ, പകർച്ച വ്യാധിയുള്ള രോഗമുള്ള രക്തം, രോഗം പകർന്ന രക്തം ആണ് കൊടുത്തിരിക്കുന്നത്, മറ്റേ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡ് ബാങ്ക് പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അല്ലേ. ആ രക്തം ഇപ്പോഴും അവിടെ കാണാം, പക്ഷേ അടിയന്തരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഇനി കുറച്ചാഴ്ചത്തേക്ക് ആ ബ്ലഡ് ബാങ്ക് ഉപയോഗിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു അത്യാവശ്യം വന്ന കേസ് മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇപ്പം ഈ മെഡിക്കൽ ടീമിൽ, പരിശോധന നടത്തിയ ടീമിൽ ഡോക്ടർ ക്ഷിപ്രാദാസ്, ഡോക്ടർ SS പാസ്വാൻ, ഡോക്ടർ ഭഗത്, ജില്ലാ സിവിൽ സർജൻ സുരോന്തോ കുമാർ മാജി, ഡോക്ടർ ശിവചരൺ ഹാൻസ്ദ, ഡോക്ടർ മീനു കുമാരി, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് പരിശോധിച്ചത്. ബ്ലഡ് ബാങ്ക് പരിശോധിച്ചു, പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, പീഡിയാട്രിക് ശിശുരോഗ വിഭാഗത്തിൻ്റെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഇതും പരിശോധിച്ചു. അവിടുത്തെ എല്ലാം ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടത് കുഴപ്പമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിങ്, പിന്നെ റെക്കോർഡുകൾ, രേഖകൾ സൂക്ഷിക്കുന്നത് ഒന്നും പന്തിയല്ല. പിന്നെ സേഫ്റ്റി പ്രോട്ടോക്കോൾസ്, സുരക്ഷാ പ്രോട്ടോക്കോളുകളൊന്നും ബ്ലഡ് ബാങ്കിൽ പാലിക്കുന്നില്ല. അപ്പോൾ ഈ ടീമിലുള്ള മാജി എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് പിന്നെയും നടക്കുന്നതാണ്. രക്തം വഴി മാത്രമായിരിക്കണമെന്നില്ല എയ്ഡ്സ് പടർന്നത്. പിന്നെയോ സൂചി
ആ നീഡിലിൻ്റെ അല്ലേ? നീഡില് സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. കണ്ടാമിനേറ്റഡ് നീഡിൽസ് ആയിരിക്കാം, സൂചികളായിരിക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജില്ലാ പരിഷത്ത് അംഗം മാധവ് ചന്ദ്ര കുങ്കൽ അങ്ങേര് പറഞ്ഞൊരു കാര്യം പിന്നെയും നടുക്കമുണ്ടാക്കുന്നു. ഈ രക്തബാങ്കിലെ ഒരു ജീവനക്കാരൻ ഈ തലാസീമിയ ബാധിച്ച ഒരു കുട്ടിയുടെ കുടുംബത്തോട് പകവീട്ടിയതാണ് എന്ന് ജില്ലാ പരിഷത്ത് അംഗം ആരോപിച്ചു. എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഒരു ബന്ധുവുമായിട്ട് അയാൾക്ക് 1 കൊല്ലമായിട്ട് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന്. എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തതാണ് എന്ന് ജില്ലാ പരിഷത്ത് അംഗം ആരോപിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ ബന്ധുവായിട്ട് കേസുണ്ടെങ്കിൽ അല്ലേ, ആ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ വേറെ 4 കുട്ടികൾക്കും കൂടി അല്ലേ, ഈ എയ്ഡ്സ് ബാധിച്ചവരുടെ രക്തം എടുത്ത് മനഃപൂർവ്വം വെക്കുക, അത് 4 കുട്ടികൾക്കും കൂടി കുത്തിവെക്കുക. പണ്ട് എയ്ഡ്സ് ബാധിച്ച ലോറി ഡ്രൈവർമാരൊക്കെ പലർക്കും കൊടുത്തിട്ട് പോകുന്നൊക്കെ ഇതിൻ്റെ ആദ്യകാലത്ത് കേട്ടിരുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ പടിഞ്ഞാറൻ സിംഗ്ഭൂർ ജില്ലയിൽ 515 പേർക്ക് ആണ് എയ്ഡ്സ് ഉള്ളതായിട്ട് കണ്ടിരിക്കുന്നത്. 56 പേർക്ക് തലാസീമിയ, 56-ലെ 5 പേർക്കാണ് ഇപ്പോൾ ഈ എയ്ഡ്സ് ബാധിച്ചിരിക്കുന്നു എന്നുള്ള നടുക്കുന്ന വിവരം. ശരിക്കും പുലർച്ചെ ഞാൻ മനസ്സിലാക്കുന്നതാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ആരോഗ്യ മേഖലയിൽ ഇത്രയും നിരുത്തരവാദപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോഴേ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുമായിട്ട് വരുന്നവർക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും ഒരു അവസരമില്ല. അപ്പോൾ അവർക്കെതിരെ കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വ്യക്തിവിരോധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ ഇങ്ങനെ ഈ ആരോഗ്യ മേഖലയിലുള്ളവർ ജനങ്ങളോട് കാണിക്കുന്നത് ശരിക്കും വഞ്ചനാപരമായ നിലപാട്. ഇന്ത്യയിലെ ആരോഗ്യരംഗം, നമ്മൾ കേരളത്തിലെ ആരോഗ്യരംഗത്തിനെ പറ്റി എന്തോ മഹത്തായ സംഭവമാണെന്നൊക്കെ പറയും. സത്യത്തിൽ ഈ തിരുവിതാംകൂറിലൊരു രാജ്ഞിയുടെ കാലത്തൊക്കെയാണ് ഇങ്ങനെ ഈ ക്ലിനിക്കുകൾ, ഇംഗ്ലീഷ് മരുന്ന്, അലോപ്പതി ഇതിനോടൊക്കെ മുഖം തിരിച്ചു നിന്ന ജനമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവർ തന്നെ ക്ലിനിക്ക് തുടങ്ങിയിട്ട് അവർ തന്നെ ജനങ്ങളെ തന്നെ ഈ ക്ലിനിക്കിലൊക്കെ പോയി ചികിത്സക്കൊക്കെ വിധേയമായി അങ്ങനെ വിശ്വാസം കൊണ്ടിരുന്നത്. ഞാൻ ഡോക്ടർ രാമൻകുട്ടിയുടെ ഒരു ലേഖനത്തിൽ മുമ്പ് കോവിഡ് കാലത്ത് വായിച്ചിട്ടുണ്ട്. അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി, അതായത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ജനാധിപത്യമൊക്കെ വന്നല്ലോ, അത് കഴിഞ്ഞ് ഈ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുക ചെയ്തിരിക്കുന്ന ആരോഗ്യരംഗം. അതാണ് ഞാൻ പറഞ്ഞ ഈ രാജാക്കന്മാരുടെ ഭരണകാലത്തൊക്കെയുള്ള ആരോഗ്യരംഗം തന്നെയേ ഉള്ളൂ. ആകെ സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ ആശുപത്രികളിൽ 2000 കിടക്കയെ വർദ്ധിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ പ്രബന്ധത്തിൽ വായിച്ച ഓർമ്മ എനിക്കുണ്ട്. അത് ഞെട്ടിക്കുന്നതല്ലേ? അതെ. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ആന്ധ്രയിലൊക്കെ ഈ ബിൽഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷൻ ഇന്ത്യക്കാരെ ഗിനിപ്പന്നികളായിട്ട് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന പല റിപ്പോർട്ടുകളും നേരത്തെ വന്നിട്ടുണ്ട്. ആന്ധ്രയിലെ ഈ ഗോത്രവർഗക്കാർക്കിടയിലൊക്കെ ഈ ക്ലിനിക്കൽ ട്രയൽസ് അമേരിക്കയിലൊക്കെ ഉണ്ടാക്കുന്ന മരുന്നൊക്കെ ഇല്ലേ, ഇത് വന്ന് പരീക്ഷിക്കുന്നത് ആന്ധ്രയിലെ ഗോത്രവർഗക്കാർക്കിടയിലാണ്. അതിനെ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുമൊക്കെ അതൊക്കെ വലിയ കുംഭകോണങ്ങളാണ്. ഈ കാശ് കൊടുത്തിട്ടേ ബിൽഗേറ്റ്സ് മഹാനാണെന്നൊക്കെയാണ് പലരുടെയും ധാരണ. ഗേറ്റ്സിനെതിരെ, ഫൗണ്ടേഷനെതിരെയൊക്കെ ആരോപണം വന്നിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ അടുത്തിടെയൊക്കെ ചർച്ച ചെയ്തിരുന്ന കഫ് സിറപ്പ്. ഒരു ഡോക്ടറുടെ തന്നെ വീടിൻ്റെ താഴെ മെഡിക്കൽ സ്റ്റോർ നടത്തി അവിടുന്ന് മരുന്ന് വെക്കുന്നു. മറ്റേ തഞ്ചാവൂരിലെ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു തട്ടുകട പോലെ നടത്തുന്ന സ്ഥലത്തു നിന്നുള്ള ഈ കഫ് സിറപ്പ് നിർമ്മാണം കൊണ്ട് ധാരാളമായിട്ട് വിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ആ സ്ഥലത്ത് അല്ലേ, കുട്ടികൾ 20ഓളം കുട്ടികൾ മരിച്ച സ്ഥലത്താണ് വിറ്റത്. അപ്പോൾ ലാഭം ഉണ്ടാക്കാനുള്ള കൊതിയാണ് ഈ ആരോഗ്യ മേഖലയിൽ. നമ്മുടെ തന്നെ നാട്ടിലെ സ്വകാര്യ ആശുപത്രികൾ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സർക്കാർ ആശുപത്രികൾ വളർത്തണ്ട എന്ന് വെച്ചിട്ട് സ്വകാര്യ ആശുപത്രികൾക്ക് ഇത് തീരെഴുതി കൊടുത്തിട്ട് ഇങ്ങനെ ജനങ്ങളെ പിഴിയുക, ഈ പരിപാടിയാണ്. പ്രത്യേകിച്ചും ഈ
മരണത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന രോഗികളെയാണ് വലുതായിട്ട് പിഴിയുന്നതൊക്കെ ആയിട്ട് ധാരാളം നമ്മൾ കേൾക്കുന്നത്. മരിക്കുന്ന ഏതാണ്ട് ഉറപ്പുള്ള ഒരാളെ കൊണ്ട് ആശുപത്രിക്ക് കൊടുത്താൽ പല ചികിത്സകളുമായിട്ടൊരു 30 ലക്ഷം 40 ലക്ഷം അത്യാവശ്യം പൈസ ഉള്ളവരാണോ എന്നൊക്കെ അന്വേഷിക്കുമല്ലോ. അങ്ങനെ ഈടാക്കുക, ആള് രക്ഷപ്പെടുകയില്ല. അപ്പോൾ ആരോഗ്യരംഗം മൊത്തത്തിൽ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി ഇന്ത്യയിൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ നടുക്കത്തോടു കൂടിയാണ് ഇന്നത്തെ പുലരി വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.